ഒരു കോളേജ് 2 കോളേജ് ഞാൻ ചേഞ്ച് ചെയ്തിരുന്നത്. കോളേജ് വർക്കാണല്ലോ, ഞാൻ മാറട്ടെ. ആണോ മാറിക്കോ, യൂട്യൂബറാണ്. ആണോ ഓക്കെ ഹൈ. അങ്ങനെ ഇനിയിപ്പോ യൂട്യൂബ് പരിപാടി നിർത്തുകയാണ്, സിനിമയിലോ ട്രൈ ചെയ്യട്ടെ. ആണോ അങ്ങനെയാണ് ഇപ്പൊ ഡീൽ ചെയ്യണത്. സപ്പോർട്ടാണോ അതോ അതിനെ കുറിച്ചൊന്നും ബോധമല്ലാത്തതുകൊണ്ടാണോ അറിയില്ല. സ്കൂൾ കാലഘട്ടം മുതലേ സിനിമ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് എന്നോട് നിൽക്കാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ആരോടെ അഭിനയിക്കും, നമ്മുടെ നാട്ടുകാരെല്ലാവരുടെങ്കിലും. അപ്പോൾ അത് ആക്ഷനൊക്കെ പറയുന്ന അവനാണ്. അദ്ദേഹമാണ് നമ്മൾ ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ശ്രീലാല്. സ്കൂളിൽ പോയതുപോലെ ഞാൻ എല്ലാവരും എഴുന്നേപ്പിച്ചിട്ട് ആരാകണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എനിക്ക് സിനിമ നടനാകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസം മുതൽ മറ്റേ ടെസ്റ്റ് കൊണ്ടുവരാൻ അടി കിട്ടുന്നവരെ സിനിമ നടഞ്ഞപ്പാ ആ ഒരു പരിപാടിയിലുണ്ട്. അപ്പോൾ അധികം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സത്യമാണ്, ഇത് വേറെ ബിൽഡപ്പാണ്, ഒന്നുമില്ല. ഒരു കുഞ്ഞു പടം 5 ദിവസത്തിൽ തീർക്കായിരുന്ന ഒരു പടമായത്. ഇവര് നല്ല പിള്ളേരാ, എന്റെ ഇഷ്ടംപോലെ പറഞ്ഞു കാണും കേട്ടോ. ഇഷ്ടംപോലെ എന്റെ മാപ്പ ഡെയിലി 3 നേരം പറയും. ഇത് ബയോപിക്കുള്ള സമയം എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ലൈഫിൽ നിന്നുള്ള പല ഇൻസിഡൻസ് എടുത്തു വെച്ചിട്ടുള്ള ഒരു ബയോപിക് ആയിരിക്കാം മേ ബി വാഴ. സോ വാഴയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദ വാഴ ടീമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. യു ആർ വാച്ചിങ് ക്ലബ് FM ക്ലബ് സ്റ്റുഡിയോ ആൻഡ് ദിസ് ഈസ് RJ കിച്ചു. സോ വെൽക്കം ടു ക്ലബ് FM. ഈ വാഴ എന്ന് പറയുന്നത് അടിമുടി ഗുണങ്ങളുള്ളൊരു വൃക്ഷമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഒട്ടും പ്രയോജനമില്ലാത്ത ആളുകൾക്കായിരിക്കും വാഴ എന്നുള്ള പേര് നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന വാഴയുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, റീസെന്റ് അതിന്റെ പൊരുള് ആരിസ്ക പറഞ്ഞിരുന്നു. അതായത് എന്തോ ഒരു കുട്ടി ഉണ്ടാവാനും വാഴ വെച്ച് അത് 6 മാസമാണ്, 9 മാസം. സെയിം ടൈമാണ് എടുക്കുന്നത്. ഇതിന്റെ പകരം ഒരു വാഴ വെച്ചാൽ കൊലയിലും കിട്ടിയേനെ, പിന്നെ വെച്ചത് കൊണ്ട് ഒന്നും കിട്ടിയ. അതാണ് ഇത് മീനിങ്, അതാണ് അതിന്റെ ബേസിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മള് അത് ഒരു നമ്മളൊക്കെ കരുതുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരു യൂസും ഇല്ലാത്ത ആളുകളെ വാഴ എന്ന് വിളിക്കുന്നു എന്നുള്ള സംഭവമാണ്. എന്താണ് നിങ്ങളുടെ വാഴ എന്നൊരു സിനിമ? വാഴ എന്ന് പറഞ്ഞ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. അതൊരു പുരുഷപക്ഷ സിനിമയാണ്. അല്ലല്ല, പുരുഷന്മാര് ഫേസ് ചെയ്യുന്ന ചില വിഷമങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടാരെങ്കിലും സ്ത്രീകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഒരു പക്ഷമുണ്ടല്ലോ. അല്ല, ഇതിന്റെ ഇതിന്റെ റൈറ്ററിന്റെ ജെ അറിയല്ലോ, അത് സ്ത്രീകൾക്ക് സംസാരിച്ചൊരു സിനിമയാണ്. അപ്പം ബിബിൻ ചേട്ടൻ ആദ്യം എഴുതിയത് വാഴയാണ്, അതിനുശേഷമാണ് ജെ വരുന്നത്. അപ്പം ജെ എഴുതുന്നു, ബിബിൻ ചേട്ടൻ ഇത് പിന്നെ ആണുങ്ങൾക്ക് വേണ്ടിയുള്ളൂ. ഇത്രേ ഉള്ളൂ, വേറെ ഇതൊന്നും ആളുകളുടെ വശം പറയുന്നു, അതും പറയും. നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഈ ഒരു മൂവിയിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? റിലേറ്റബിൾ ആയില്ല, പറഞ്ഞു കൊടുത്തതല്ല, റിലേറ്റബിളി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിലുണ്ട്. സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ തന്നെ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് ചോദിക്കരുത്. 6-7 ബോയ്സിന്റെ കഥയെ പറയണേ. ഈ 7 ആൾക്കാർക്കും ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പരിപാടികളാണ്, ഡിഫറെന്റ് കഥകളുമാണ്. അപ്പൊ എല്ലാവർക്കും റിലേറ്റബിൾ ആവും ഏതെങ്കിലും പോയിന്റിൽ. ഈ 7 ആൾക്കാർക്ക് സംഭവിച്ചത് ചിലപ്പോ അവന് നടന്നതിൽ അവന് നടന്നതൊക്കെ നമ്മുടെ നടന്നിട്ടുണ്ടോ, നമുക്ക് റിലേറ്റബിൾ ആയിട്ട് ഉണ്ടാവും കാര്യങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണെങ്കിലും പാട്ട് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് ഞാൻ ഓക്കെ ഇത് എന്റെ ലൈഫിൽ എവിടെയൊക്കെ നടന്ന കുറെ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുള്ള പോലെ തോന്നി. എനിക്ക് ഓൾമോസ്റ്റ് മിക്ക ആണുങ്ങൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അല്ല, പെണ്ണുങ്ങൾക്കും കാണും. ആണായിട്ട് നടക്കുന്ന പെൺകുട്ടികൾക്കും ഇതേപോലെ കാണും. അങ്ങനെ നടക്കുന്ന കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ടോംബോയ് അവർക്കും റിലേറ്റബിൾ ആണ്. പിന്നെ എനിക്ക് വളരെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് ഇതിന്റെ കാസ്റ്റിംഗ് ഭയങ്കര ഭംഗിയുള്ള പോലെ തോന്നി. ഇപ്പൊ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നു. പിന്നെ ആ ഒരു അച്ഛൻ മകൻ കോംബോ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നോബി ബ്രോയുടെയും ജോമോന്റെ ആ ഒരു കോമ്പിനേഷൻ, പിന്നെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് സിങ്ക് ആയതുപോലെ തോന്നി. അങ്ങനെ ആയിരുന്നു? എങ്ങനെ ഷൂട്ടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ?
ഞാൻ ലൊക്കേഷനിൽ പപ്പ നടക്കുന്നത്. പപ്പ പപ്പ അമിതവൻ നസീർക്കാരുടെ അടുത്ത് പോകത്തേ ഇല്ല. പോവില്ല, എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഇത് അങ്ങനെയാണ്, അത് കുഴപ്പമില്ല. ജോമൻ പറയും എങ്ങനെയുണ്ടായിരുന്നു? ഷൂട്ട് മൊത്തത്തില് നമ്മുടെയൊക്കെ തന്നെ കഥകളാവുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ പാടില്ല. ജോമൻ ആക്ച്വലി ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് സംസാരിക്കപ്പെട്ടു. നമ്മുടെ വണ്ടിനെ തേടി എന്നുള്ള പാട്ട് വളരെയധികം ട്രെൻഡിങ് ആയി. അത് ലൈക്ക് ഓൾ ഓഫ് സഡൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പാട്ട് ട്രെൻഡിങ് ആയി. പിന്നെ നമ്മുടെ ഗുരുവായൂരമ്പല നടയിൽ വന്ന OTT വന്നപ്പോഴേക്ക് വീണ്ടും ഒരുപാട് സംസാരമായി. അതിനകത്ത് എനിക്ക് തോന്നുന്നു ജോമന് കുറെ കോമഡി സീൻസ് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് കണ്ടു. അത് റിയൽ ലൈഫിൽ താങ്കൾ അങ്ങനെയാണോ? എനിക്ക് അതൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തല്ലേ, റിയൽ ലൈഫിൽ കേൾക്കുന്നില്ല. ശരിക്കും അല്ലല്ല, റിയൽ നമ്മളെ സിനിമയൊന്നുമില്ല, റിയൽ ലൈഫിൽ കേൾക്കുന്നില്ല, നമ്മളെ റിയൽ ലൈഫിൽ കേൾക്കുന്നുണ്ട്. സാധാരണ തിരിച്ചാണ് വരാറ്. മൊത്തത്തിൽ നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഭയങ്കര വൈബായിരുന്നിരിക്കണം. ഭയങ്കര രസമായിട്ട് എല്ലാരും പരിചയമുള്ള ഒരു ക്രൂവും നമുക്ക് എല്ലാവർക്കും നമുക്ക് അഭിനയിച്ചവർക്കും ഒരു വർഷമായിട്ട് 1.5 വർഷം ഗുരുവായൂർ തൊട്ട് തുടങ്ങിയാണ് വിപിൻ ചേട്ടൻ ആ ടീമായിട്ടുള്ള കണക്ഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ വാഴ വരുന്നു. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്, ഇത് പരിപാടി തുടങ്ങിയിട്ട്. ഡയറക്ഷൻ ടീം, ക്യാമറ ടീം എല്ലാം സെയിമാ. അപ്പൊ നമുക്ക് ഗുരുവായൂരിലെ സെക്കൻഡ് യൂണിറ്റ് ഒരു സ്ഥലങ്ങൾ മാറുന്നേ ഉള്ളൂ. ഗുരുവായൂരിലെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനാണ് പുതുശ്ശേരിയാണ്. അവിടെ പൃഥ്വിരാജെങ്കിൽ ഇവിടെ ഞാൻ. അങ്ങനെ ഉത്തരം അർഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. എന്റെ മകൻ സിജു സംഭവിച്ചു. ഓക്കെ, ഞാൻ ഇപ്പോ ലൈക്ക് സിനിമയിൽ അച്ഛനായിട്ട് വന്നല്ലോ. അപ്പൊ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ തന്നോ? റിയൽ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കണം മോനെ? ഒരു കാര്യമില്ല. ഇല്ല, അങ്ങനെ ഉപദേശങ്ങൾ നീ വേണം, നിന്നെ ഇഷ്ടം പോലെ നീ നന്നായിട്ട് ചെയ്താൽ നിനക്ക് കൊള്ളാം, ഞാൻ നന്നായിട്ട് ചെയ്താൽ എനിക്ക് ഉപദേശിക്കാൻ പറ്റില്ല. സ്ക്രിപ്റ്റിനനുസരിച്ച് ഉപദേശിക്കാൻ പറ്റില്ല. നോബിചേട്ടൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ ആവണം മോനെ, നിങ്ങൾ ജീവിച്ചോളാം പറഞ്ഞോ? ഇല്ല, നോബിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇംപ്രൂവൈസ് ചെയ്ത് പറയും, അങ്ങനെ ചെയ്യാനൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മളെ എന്റെ വീട്ടിൽ നടന്ന ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ യാദർശികമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പടം. എല്ലാം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. ഇവിടെ വരുമ്പോഴോ എനിക്കതുപോലെ റിലേറ്റബിലിറ്റി ഭയങ്കര കാര്യം. ഇതിന്റെ പല പിന്നെ ഇതിന് പണ്ട് എഴുതുന്ന പ്രോസസ്സിലും വിപിൻചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ അന്നിപ്പോ എഴുതുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് നടന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അഭിനയിച്ചു. പക്ഷേ ഈ പറഞ്ഞ റിലേറ്റബിലിറ്റി ഭയങ്കരമായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ അച്ഛൻ മക്കൾ തമ്മിൽ ഇത് 6 പിള്ളേരുടെ സിനിമ മാത്രമല്ല, പിള്ളേരുടെയും അച്ഛന്മാരുടെ വശത്തുനിന്നും ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇവര് 12 പേരുടെ കാര്യമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സാഫാണ് കൂട്ടത്തിൽ ഏറ്റവും ഇളയത്, ചെറുത്, പ്രായം കുറവ്? എല്ലാരും ഒരേ സമപ്രായമൊന്നുമല്ലേ? ഓ അങ്ങനെ ഇതോ അതല്ലടാ, ഏറ്റവും ചെറുത് അല്ല, അനിയനും ഉണ്ട് അഭിനയിക്കാൻ. ഇവിടെ ഉള്ളതിൽ ഇതിൽ ഞാനാണ് ചെറുത്. നിനക്ക് എത്ര വയസ്സുണ്ട്? 26. നിനക്കോ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഞാന് ഇവരുടെ ഒരു ഗ്യാങ് ഇതില് അനു ഉണ്ട്, അനുരാജ് ഉണ്ട്. അപ്പോ അവരുടെ ഗ്യാങ് വേറെയാണ്. അവരുടെയാണ് മെയിനായിട്ട് സ്റ്റോറി പോണത്, അവരുടെ കഥയാണ് പറയണത്. പാരലലി ഞാൻ ഇവരുടെ ഒരു അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എന്റെ കഥയും, ഞാനും ജഗദീഷേട്ടന്റെ അച്ഛൻ ജഗദീഷേട്ടനാണ്. അപ്പൊ ഞങ്ങളുടെ പാരലലി വേറെ സ്റ്റോറിയും പോകുന്നുണ്ട്. അതാണ് സംഭവം. നമുക്കിപ്പോ വീട്ടില് പൊതുവെ ആ ഒരു മൂവി വരുമ്പോഴേക്കും പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടും കൂടെ സംസാരിക്കപ്പെടുന്നുണ്ടല്ലോ പലയിടങ്ങളിലും. അപ്പൊ പൊതുവെ നമ്മൾക്ക് ഇപ്പോ നമ്മുടെ അച്ഛനമ്മയ്ക്ക് നമ്മളത് പറയാനുണ്ട്, നീ ഇത് അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ 10th കഴിയുമ്പോഴേക്കും നീ ഇതായിരിക്കും നല്ല, അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇതായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കപ്പെടുന്നത്. നിങ്ങളിലേക്ക് വീട്ടിൽ എങ്ങനെയായിരുന്നു? ലൈക്ക് വീട്ടിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ? എന്നോടൊന്നും ഒന്നും പറയാറൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കുറെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ക്രിക്കറ്റ് നിർത്താന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറയും ഓക്കെ നിർത്തിക്കോ. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം നിർത്തി പോരാണ്. ആണോ എന്നാ പോര്. അങ്ങനെ ഒരു കോളേജ് 2 കോളേജ് ഞാൻ ചേഞ്ച് ചെയ്തിരുന്നത്. കോളേജ് വർക്കാണല്ലോ, ഞാൻ മാറട്ടെ. ആണോ മാറിക്കോ. യൂട്യൂബറാണ്. ആണോ ഓക്കെ ആയിക്കോ. അങ്ങനെ ഇനിയിപ്പോ യൂട്യൂബ് പരിപാടി നിർത്തുകയാണ്, സിനിമയിലൊന്നും ട്രൈ ചെയ്യട്ടെ. ആണ് അങ്ങനെയാണ് ഇപ്പൊ ഡീൽ ചെയ്യണത്. സപ്പോർട്ടാണോ അതോ അതിനെ കുറിച്ചൊന്നും ബോധമല്ലാത്തതുകൊണ്ടാണോ അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്തത്. അല്ലാതെ ഇത് ചെയ്യണം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ലക്കി
അവിടെ എങ്ങനെയായിരുന്നു? എനിക്ക് പറയുന്ന പോലെ വീട്ടുകാർക്ക് കാര്യമില്ല. അതെ, വീട്ടുകാർക്ക് പണ്ട് സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പൊ ജനുവലി അവർക്ക് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവര് പണ്ട് വീട്ടുകാർ ഇങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ ഒരു പോയിന്റ് അല്ല കൊണ്ടുപോകും സത്യം പറ്റും. അപ്പൊ അവരാട് കൊണ്ടുവരുന്ന നമ്മൾ ഈ അഭിനയിപ്പിക്കുന്ന പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 18 വയസ്സ് ആയപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഓപ്റ്റ് ചെയ്തു. എനിക്ക് മേക്കിംഗ് ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഒരു 10 ഇയേഴ്സോളം ഞാൻ മേക്കിങ്ങിൽ പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ആക്ടിങ്ങിലോട്ട് പോകും. അപ്പൊ എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ട് പോയാൽ മതി എന്നുള്ള താല്പര്യമുള്ളൂ. എങ്ങനെയെങ്കിലും ഇങ്ങനെ പോയാൽ മതി, അതാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ആഗ്രഹിച്ചിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ആഗ്രഹിക്കാത്തത്. പക്ഷെ ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് ഞാൻ നേടിയിട്ടുണ്ട്. എനിക്കത് ഞാനത് നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതുപോലെ IAS ആകാനായിരുന്നു ആഗ്രഹിച്ചത്. അതെ, സ്കൂൾ കാലഘട്ടം മുതലേ സിനിമ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് എന്നോട് നിൽക്കാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ആരോടെ അഭിനയിക്കും, നമ്മുടെ നാട്ടുകാരുടെ ആരോടെങ്കിലും. അപ്പോൾ അത് ആക്ഷനൊക്കെ പറയുന്ന അവനാണ്. അദ്ദേഹമാണ് നമ്മൾ ഈ പടത്തിന്റെ അസോസിയേറ്റ് ശ്രീലാല്. അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ, അടിപൊളി. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കുട്ടിക്കാലം പോലെ ആഗ്രഹിച്ചതുപോലെ. അതെ, അപ്പൊ ഡയറക്ടറുമായി അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടറായി ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം. ഇവിടേക്ക് വരുമ്പം പപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ എഞ്ചിനീയർ ആക്കുക എന്നുള്ളത്. അങ്ങനെ എഞ്ചിനീയറായി ഞാൻ പോയി. പക്ഷെ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു. സിനിമയായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ തന്നെ ഏറ്റെടുത്ത വഴി ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ ചുമക്കേണ്ടി വന്നു. ഇപ്പൊ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരെ എത്തി. അപ്പോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തീർച്ചയായും. കാരണം ഫിനാൻഷ്യലി ഒന്നും സ്റ്റേബിൾ ഒന്നും അല്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവര് കൂടെ പഠിച്ചവന്മാരെല്ലാം കാറ് മേടിക്കുന്നു, വീട് വെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മറ്റേ ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ കഴിയും എന്നുള്ള ചിന്തയിലാണ്. നമ്മളപ്പം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണല്ലോ. വീട്ടിലാണെങ്കിൽ ഫുഡുണ്ട്, താമസമുണ്ട്. പക്ഷെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പം മാസം റെന്റ് കൊടുക്കണം, ഇന്നത്തെ ദിവസത്തെ ഫുഡിന്റെ ചിലവ്, ഇതൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ എത്തി. വീട്ടുകാരെ ചോദിച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരാഗ്രഹമില്ല. വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പോലീസ് ആവണമെന്ന് പറഞ്ഞു. നീയോ? എത്ര വയസ്സാണ് പറഞ്ഞത്? ഞാൻ 7-ലൊക്കെ പഠിക്കുന്നു. ചോറും തിന്ന സമയത്ത് മക്കളെ മൊത്തം പറഞ്ഞില്ല. കാരണം അന്ന് ആ സമയത്ത് ഇപ്പൊ ഒരു സിനിമ നടനൊക്കെ ആവണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ പുളിയില വെട്ടി അടിച്ച് റെട്ടിയാകും. അതൊന്നുമല്ല ജീവിതം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാ. സ്കൂളിൽ പോയതുപോലെ ഞാൻ എല്ലാവരും എഴുന്നേൽപ്പിച്ചിട്ട് ആരാകണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ നടനാകണമെന്ന് പറഞ്ഞപ്പോ പിന്നെ പിറ്റേ ദിവസം പോലും മറ്റേ ടെസ്റ്റ് കൊണ്ടുവരാൻ അടി കിട്ടുന്നവരെ സിനിമ നടഞ്ഞവാ ആ ഒരു പരിപാടികളുണ്ട്. അധികം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആടിച്ച സാറിനെ പിന്നെ കണ്ട കണ്ടില്ല. അടിച്ചു നടനാക്കി. അതിനുശേഷം പിന്നീട് പോലീസ് ആവണമെന്നൊരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അതാണല്ലോ എനിക്ക് സിനിമയിൽ ഇഷ്ടം പോലെ പഠിക്കണം, ഒരുപാട് പഠിക്കണ്ടേ. അത് ശരീരം കൊണ്ട് ബുദ്ധിമുട്ട്. അത് പഠിക്കണം. പക്ഷെ ഇവിടെ സ്ക്രിപ്റ്റ് പഠിക്കുന്ന അതിന്റെ ഒരു 2% മതി. ഈ പറഞ്ഞ പോലെ ലൈക്ക് അച്ഛൻ മകൻ ഈ ഒരു സിനിമയില് മൊത്തത്തിൽ സിനിമയുടെ ഒരു സക്സസ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു കാര്യം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ഞങ്ങൾക്ക് എത്ര അഭിനയിച്ചിട്ടും ഇത്രയും ടേക്ക് എടുത്തിട്ടും ഡബ് ചെയ്തപ്പോഴും ഒക്കെ അവസാനം ഔട്ട് കണ്ടപ്പം കൊള്ളാം. അല്ല ഫീൽ ചെയ്തിട്ടുണ്ട്, കൺവേഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോയ്സിന് മാത്രമുള്ള ഡെഡിക്കേഷൻ അല്ല, ക്ലൈമാക്സും കൂടെ പറയണം. പണം തീർന്നു അല്ലേ? നമ്മള് ആൺമക്കൾക്ക് മാത്രമുള്ള ഒരു പാരന്റ്സിനോടുള്ള ഒരു സംഭവമാണ്. അപ്പൊ കണ്ടപ്പോ ഭയങ്കര ഒരു ഫീലൊക്കെ കിട്ടി. അപ്പൊ ഒരു വിധത്തിൽ ഒരു മെസ്സേജും കൂടെ ആണോ? ഒന്നും ഇല്ലെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ടെൻഷനാണല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ സത്യമാണ്, ഇത് വേറെ ബിൽഡപ്പാണ്, ഒന്നുമില്ല. ഒരു കുഞ്ഞു പടം 5 ദിവസത്തിൽ തീർക്കായിരുന്ന ഒരു പടമായത്. 5 ദിവസം അഭിനയിക്കാറുണ്ട്. റീടേക്ക് അത്രേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, ലൈക്ക് ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം. ഓക്കെ, ഈ ഒരു നമ്മുടെ ടീച്ചറും പാട്ടും അതിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് എഞ്ചിനീയർ ആവണം,
അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പൊ വീട്ടില് അച്ഛനും പറഞ്ഞൊരു കമന്റ് അടിക്കാത്ത കേട്ടപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അസിസിക്ക കൈവക്കിയതാ ബസർ അടിച്ചാൽ ഉത്തരം പറയാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണല്ലോ. അല്ല, അത് ഞാൻ അറിയാതെ മനഃപൂർവ്വം. പിന്നീട് ആ ഫീൽഡിലേക്ക് എപ്പോഴെങ്കിലും കൈവയ്ക്കാൻ നോക്കിയോ? ഇല്ല, പോകണ്ട. കാരണം ഞാനിപ്പോ പല ഇന്റർവ്യൂ പോലും അപ്പൊ അതുകൊണ്ട് ഇപ്പോ പഠിപ്പിച്ച സാറന്മാരും ഇപ്പൊ ഇതായതിനു ശേഷം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇപ്പം അന്തസ്സോടുകൂടി പറയുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോ ഒരു സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് ഇല്ല, എനിക്ക് അങ്ങനത്തെ തിരിച്ചു പോയാൽ മതിയായിരുന്നു തോന്നിയതോ? അല്ല, ലൈക്ക് പറഞ്ഞിട്ടുണ്ട് സത്യം പറ, ആണോ കറുപ്പാണോ? അതൊക്കെ മറ്റേ പത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിടിച്ചെടുത്ത് ഫസ്റ്റ് ഇന്റർവ്യൂ വിട്ട് നിക്കല്ല. അതെന്താണ് പറഞ്ഞത്? അതിൽ നിക്ക. ഓക്കെ, അടുത്തതിലേക്ക്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വലുതാകുമ്പോ ഇവനൊക്കെ എന്തായിരിക്കും എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിനിമ എടുത്തോണ്ടൊക്കെ പറഞ്ഞു. അല്ലല്ല, മറ്റേ ഇന്നലെ കൂടെ പറഞ്ഞോളൂ. എങ്ങോട്ട് വലുതാവാൻ? അല്ല, കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ സാറന്മാരൊക്കെ അത് ഈ അറിയാം, കോളേജിലൊക്കെ ഉണ്ടാകുന്ന പ്രസംഗങ്ങൾ കൊണ്ട് നിർത്തുമ്പോ പറയും ഇപ്പൊ ഇവനൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഇയർ ആകുമ്പോ ഇവന്റെയൊക്കെ ഇതെന്താവും, അതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അതെ, എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചവന്റെ ഒരു നൈസായിട്ട് പ്രേമം പൊക്കിയായിരുന്നു. എത്ര ക്ലാസ്സിലാ? 8ല്. ആ സമയത്ത് എട്ടാം ക്ലാസ്സിൽ ആയിട്ടുള്ളൂ, മുട്ടേന്ന് തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോളേജൊക്കെ പഠിക്കുമ്പോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ പോയിരുന്നു? പിന്നെ പോയിരുന്നു, കോളേജിലേ പോയിട്ടുള്ളൂ. എന്നിട്ട് കോളേജിൽ എത്തിയിട്ട് അന്നോട്ട് ഡീസന്റ് കേൾക്കുന്നില്ലേ? പിന്നെ ടീച്ചറുടെ മോളുമായിട്ട് പ്രണയത്തിലായി. മാറ്റി പിടിച്ച് ടീച്ചറിന്റെ മോള ടീച്ചറിന്റെ മോളാണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക്. ഇവര് നല്ല പിള്ളേരാ, എന്നെ ഇഷ്ടംപോലെ പറഞ്ഞു കാണും കേട്ടോ. ഇഷ്ടംപോലെ. എന്റെ വാപ്പ ഡെയിലി 3 നേരം പറയും. നല്ല മോനായത്. എന്റെ അടുത്തല്ല, എന്റെ ഉമ്മാരുടെ അടുത്താണ് പറഞ്ഞത്. ഞാൻ കേൾക്കും. ഇവനെ വളർത്താൻ കൊള്ളാം. എന്ത് നല്ല മോനാണ്. ഓ മക്കളെ വാടാ, എന്താ പൊന്നു മോനെ, നല്ല മോനെ, നന്നായിട്ട് ജീവിക്കുന്നടാ. അടുത്തത് അത് പറഞ്ഞപ്പോ എല്ലാണോ കൈവയ്ക്കണം. സംശയിച്ചു. ബിരിയാണി കൊടുത്താൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു ഇടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് എല്ലാവരും ഞാൻ എന്നെ ഒഴിച്ച് ബാക്കി ഓക്കെ. ഇല്ല, ഞാൻ അടി പിടിക്കൊന്നും പോയിട്ടില്ല. ഇടിപിടിക്ക് പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നില്ല. അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചറിന് അടി പിടിക്കുന്ന സമയത്ത് ടീച്ചറിന് മാമിക്ക് വല്ലതും തോന്നിയാലോ? മാമില്ലേ അവിടെ ഇടി ഉണ്ടാക്കിയ 2 കുട്ടികൾ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ മൂക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ദുഷ്ടനായിരുന്നു, ഭയങ്കര ഈ ശരീരം പോലും മാനിച്ചില്ല. ഒരു ഇടിയും ഞാൻ വിട്ടിട്ടില്ല. ഒരു അണ്ണാനെ പോലെ മതി. കോളേജ് ഫെസ്റ്റിന്റെ സമയത്തൊക്കെ, കോളേജിന്റെ ഫെസ്റ്റിന്റെ സമയത്തും അല്ലല്ല, നമ്മള് ജൂനിയേഴ്സുമായിട്ടൊക്കെ അമ്പോഴാണല്ലോ ഈ ഒരു മറ്റേ ഈ ഉള്ളിലുള്ള ദേഷ്യം നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈ കോളേജ് ഫെസ്റ്റിന്റെ സമയത്ത്. അപ്പൊ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് അടിപൊട്ടു. അവന്മാർ ഓൾറെഡി അവന്മാരെ ചേട്ടന്മാരൊക്കെ ഇതിനകത്ത് അവന്മാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവന്മാരെ കിട്ടും ചിഹ്നം. പിന്നെ അതിനുശേഷം പിറ്റന്ന് എല്ലാ വർഷവും ഫെസ്റ്റിവലിന് ഒരു 3 ആംബുലൻസില ടീച്ചറിനകത്തൊരു സീൻ ഉണ്ടല്ലോ, അച്ഛന് മുന്നിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചരിച്ചൊഴിക്കുന്ന പോലത്തെ ഒരു സീൻ ഉണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അറിയാതെ ആണെങ്കിലും ഹറാം. ജീവിതത്തിൽ പോലും അങ്ങനെ ചെയ്യുന്നില്ല. ഹറാം. ബിയറല്ല റമ്മെന്ന്. അവൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ നോക്കും ഇതിനിടയിലൂടെ. അവൻ ഇതിനിടയിലൂടെ മറ്റേ ഫോളോവേഴ്സിനെ ഇങ്ങനെ വലിച്ചെടുക്കാൻ നോക്കടാ. സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പറയും
ബെല്ലൊക്കെ അമർത്തണം. സബ്സ്ക്രൈബ്. അതൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അവന് പിന്നെ പൊതുവെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇപ്പോ സിനിമയിൽ നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. ആണോ? പറഞ്ഞോളൂ ചേട്ടാ. ഞങ്ങൾ ചാനലിലാക്കി ഇവരെ മുമ്പ് നമ്മള് മറ്റേ മിടുക്കന്മാരുന്നു. അസാധ്യ പയ്യന്മാരാണ്. എന്താ വേണ്ടി എന്താ വേണ്ടി? അല്ല, നമ്മളത് ആത്മാർത്ഥത്തോട് ഇപ്പൊ എത്ര നേരം ഇങ്ങനെ കളി പറയുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ പണ്ടൊക്കെ ഈ ടിക്ടോക്ക് എന്നൊക്കെ പ്രോഗ്രാം വരുമ്പോൾ അത് വെറും മറ്റുള്ള താരങ്ങളുടെ വോയിസ് എടുത്തിട്ട് ചുണ്ടനക്കുക ലിപ്പിന്റെ പരിപാടിയല്ല. പക്ഷെ ഇവര് പിന്നെ റീൽസ് അവരെ വോയിസ് സ്വന്തം വോയിസിൽ തന്നെ ചെയ്യുന്നു. അപ്പോഴങ്ങനെ ചെയ്താലേ നമ്മൾ വെറുതെ വായനക്കിട്ട് കാര്യമില്ല. നമ്മൾ സംസാരം വയ്ക്കുമ്പോൾ നമ്മൾ ആക്ടിങ്ങിന്റെ വേറെ തരം അങ്ങ് പോകും. ചുണ്ടനക്കാം നമ്മൾ സൗണ്ട് നമ്മൾ പുറത്ത് വന്നാൽ നമ്മളെ ശ്രദ്ധ സൗണ്ടിൽ കേൾക്കും. നമ്മൾ ആക്ടിങ് നോക്കണം. പക്ഷെ മരന്മാരുടെ ഞാൻ ഇവന്റെ രോമാഞ്ചം കാണുമ്പോഴും നമ്മളനിയനൊക്കെയാണ്. പിന്നെ എല്ലാവരുടെയും കൂടെ എന്തായാലും ഞാൻ തിലകനൊന്നും അല്ല, എന്നാ പോലും ചാനലിൽ നിന്ന് വന്ന എളിയ കലാകാരൻ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഇത് മറ്റേ കൂടാ അല്ല, എന്റെ അമ്മ സത്യം. അല്ല, ഞാൻ വലിയ ഒന്നും പറ ദൈവത്തിനാണ് സത്യം. ഞാൻ കളമാണല്ല. കാരണം ഇത് വേറെ പ്ലാറ്റ്ഫോം ആയിരുന്നു, ഞങ്ങൾ വേറെ പ്ലാറ്റ്ഫോം. ഒന്ന് മുതൽ നമുക്കും പറയണം. അങ്ങനെ പറയാം. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഉറപ്പായിട്ടും ആസിഫിക്ക, ഈ പറഞ്ഞ നസീർക്ക, നോബിച്ചേട്ടൻ, ഇങ്ങനെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര ഞാൻ ഒന്നി പഠിക്കുമ്പോ ഒന്നില്ലടാ നീ ആരോ പാള കിടക്കണോ എന്നെ കാര്യം. അന്ന് ഞാൻ അസിസിക്കയുടെ കോമഡികൾ കേട്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ നിന്ന് അസിസിക്ക് ഇപ്പോഴും സ്റ്റിൽ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് നിങ്ങളെ കോമഡി ആയിട്ട് ഞാൻ സ്കൂളിൽ പോയി എഴുതി. അല്ല, അത് സത്യം. കാരണം എല്ലാ ആനിവേഴ്സറിക്കും നമ്മൾ സ്കിറ്റ് നോക്കി എഴുതുന്നതൊക്കെ ഇവരുടെ കോമഡി സ്റ്റാർസ് പഴയ പരിപാടിയൊക്കെ നോക്കി എഴുതുന്നു. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടും അസിസ്റ്റന്റൊക്കെ കോമഡി പ്രോഗ്രാംസ് ഒക്കെ കണ്ട് ചിരിക്കാത്തവരായിട്ട് എനിക്കൊന്നും ആരും തന്നെ ഉണ്ടാവില്ല. എന്റെ വൈഫ് ചിരിക്കാറില്ല. നല്ലത് നോക്കിയേ ചിരിക്കാറുള്ളൂ. ഭയങ്കര അടിപൊളി. അപ്പോ വാഴ സിനിമ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു, നിങ്ങളടുത്ത് സംസാരിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇവന്റ്സ് അതിലുണ്ട് എന്ന് തോന്നുന്നു. ബാക്കി സിനിമ റിലീസായി കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി നമ്മുടെ കയ്യിലല്ല, ഇനി എല്ലാം